ഏയ് ദാ ഇതിരിക്കട്ടെ. കുറച്ച് കോഴിക്കോടൻ അലുവയാ മേടിച്ചോ മുത്തേ. അടുത്ത വരവിന് അനക്ക് ഞമ്മള് കോഴി ബിരിയാണി വെക്കുന്നുണ്ട്. ഗിൽഗേഷേ, ഓ വണ്ടി എടുക്ക്, കാണാം. ഓനാ വീണെടുത്ത് വായിക്കണത് കണ്ടാന്റെ ബഷീറെ വേറൊന്നും കാണാൻ പറ്റൂല. ബാക്കിയുള്ളതെല്ലാം അലിഞ്ഞലിഞ്ഞില്ലാണ്ടാവും. ഓനും മോന്റെ ആ വീണയും മാത്രം. അത് വീണല്ലേക്കാ, ഗിറ്റാറാണ്. എന്തായാലും എന്താ, അത് വായിക്കണേലാണ് അതിന്റെ മുഞ്ച്. സാർ, ഞാൻ ഗ്ലിഗേഷ്. സാറിൻ്റെ പഞ്ചാരപ്പാട്ട് എനിക്ക് പെരുത്ത് ഇഷ്ടമാണ്. എനിക്ക് മാത്രമല്ല, വൈഫിനും കുട്ടികൾക്കും ഒക്കെ. ആന്ന് ബടി വണ്ടി ഒന്ന് നിർത്തൂ. ഓ അതിനെന്താ. എന്റെ പണി പാളി. ആ ഹാജിയാർക്ക് എന്നോട് പ്രേമോടാ. നീ എവിടെ ഗെയിം കളിച്ചിരിക്കണ കോപ്പേ? അല്ലാണ്ട് പിന്നെ ഡൂഡ്, ഐ ആം സീരിയസ് ഡൂഡ്. ആ ശരി, ഞാൻ വിളിക്കാം. വാ. Don't laugh, മച്ചാ. എന്റെ പുറകെ കൂടിയേക്കണ കാക്കയാണ്, അല്ലാണ്ട് അനുഷ്കയല്ല. എടാ സത്യം പറ, അയലും നിന്നെ വല്ലതും ചെയ്തോ? ഇയാളെ ആരാന്ന് നിനക്കറിയോ? ഡോൺ. വിളിക്കുമ്പോ ചെന്നില്ലെങ്കിൽ നൈസായിട്ട് കില്ല് ചെയ്തളയും പടി. അയാൾ എന്നെ എന്താ വിളിക്കണെന്നറിയോ നിനക്ക്? മുത്തേന്ന്. അത് നീ കണ്ട് ലോവസ്റ്റ് കിട്ടി കിടന്നിട്ടല്ലേ? മച്ചാനെ, മുടി കത്തി പിടിക്കുമ്പോ ഷഡ്ഡി ഊരല്ലേ? നിന്റെ പ്രോബ്ലം സോൾവ് ചെയ്യാൻ ഒരാൾക്കേ പറ്റൂ. ആർക്ക്? ആ ഹാജിയാർക്ക് തന്നെ. നമുക്ക് പോയി സംസാരിക്കാം. എന്തേ പോവല്ലേ? സ്ഥലം എവിടെയെന്ന് പറഞ്ഞ? കുണ്ടന്നൂർ. ഹാജിയാരെ ഡീൽ ചെയ്യാൻ പോയ തടിയനെയും കാത്ത് ആ ചെമ്മീൻ കമ്പനിയിൽ ഞാൻ പേടിച്ച് നിന്ന്. പരന്തു കഹാനി മേ ട്വിസ്റ്റ് था. കോഴിക്കോട്ടെ കാക്കാമാരൊക്കെ ഈ മറ്റേ ഇടപാടുകാരാന്ന് വിചാരിച്ചാ? ഈയാണോ ഈ ന്യൂ ജനറേഷൻ? ഞാനല്ല. വേണ്ടാത്തോടത്തേക്കാണല്ലോ എന്റെ ആലോചന. ഞാൻ ഒരു ഡൗട്ട്. ചവിട്ടങ്ങ് വെച്ച് നിന്നോണ്ടല്ല മോനെ കേമാ സണ്ണിക്കുട്ടാ. ഞമ്മക്കിഷ്ടായത് എന്റെ സംഗീത, അല്ലാണ്ട് സംഗതി അല്ല. താജുദ്ദീൻ വടകരയ്ക്കും കൊല്ലം ഷാഫിക്കും ശേഷം പിന്നെ സണ്ണി ജോസ് പ്രകാശ്. നമ്മുടെ പിള്ളേരല്ലേ, അത് നമ്മൾ വിട്ടെടുക്കണേ. എന്നാ അന്നെ ഞമ്മക്ക് വിടാൻ കഴിയൂല. എന്താച്ചാ അന്റെ ആ നെയ്ച്ചോറ് അത് ഞമ്മക്ക് പെരുത്ത് പിടിച്ചെടുക്കണം. എന്താച്ചാ അത് ഞമ്മളാ വാക്കാതെ യൂസ് ചെയ്യാറില്ല ഇപ്പൊ. പോയിട്ട് വരി. നല്ല പഞ്ഞിക്കെട്ട് പോലെ ഇരിക്കുന്നത്. എന്താ സുഖം. താങ്ക്സ് മച്ചാനെ. താങ്ക്സ് ഡൂഡ്. എന്ത്? ഓ മൈ ലവ്, യു ആർ മൈ പഞ്ചസാര. Hey bro, fuck you. You are my തണ്ടിക്കുടം. I see this.
ഹലോ ആന്റി തടിയൻ അവിടെ ഉണ്ടോ? ഇല്ല മോനെ, തടിയും പുറത്തു പോയല്ലോ. ഓക്കെ ശരിയാണ്. ആ അങ്ങനെ ഞാനും തടിയനും വളർന്നു. തടിയൻ കുറച്ചധികം. കുറച്ചുകൂടെ അധികം. ജോസ് പ്രകാശേ, കറണ്ട് ട്രെൻഡ് നിനക്ക് പിടികിട്ടിയോ? എന്താണ് ചേട്ടായി? മ്യൂസിക്കാണ് മ്യൂസിക്. ഈ കഴിഞ്ഞ ഇലക്ഷനിലൊന്നും നമ്മൾ പച്ച തൊടാതിരുന്നത് വീര്യം പകരുന്ന ഗാനങ്ങളില്ലാത്തതുകൊണ്ടാണ്. പക്ഷേ ഈ വരുന്ന ഇലക്ഷനിൽ സംഗീതമായിരിക്കും നമ്മുടെ മാരകായുധം. അതും ശരിയാണ്. മറ്റോമാർക്ക് ഒരുപാട് വിപ്ലവ ഗാനങ്ങളുണ്ട്, നമുക്കാണെങ്കിൽ ഒരു ലളിതഗാനം പോലും ഇല്ല. കറക്റ്റ്. നമ്മുടെ ഈ ഭജനിലൊന്നും വലിയ കാര്യമില്ല. യൂത്തിന് അതൊന്നും പിടിക്കില്ല. കേട്ട് കഴിഞ്ഞാൽ ഓടി വന്ന് പാർട്ടിയിൽ ചേരണം. ആ, ഒരു മിനിറ്റ്. പ്രകാശം പരക്കട്ടെ. പോയോ ചേട്ടായി? ആ വല്ലാർപ്പാടത്തെ പ്ലോട്ടും പോയി. അയ്യോ, അതും പോയോ? അപ്പോ നമ്മൾ പറഞ്ഞു വന്നത് മ്യൂസിക്. കൊച്ചിയുടെ യുവജനങ്ങളുടെ സിരകളിലേക്ക് നമ്മൾ മ്യൂസിക് ഇഞ്ചക്ട് ചെയ്യണം. മസ്തിഷ്കത്തിൽ ഒരു പ്രകാശ വിസ്ഫോടനം നമ്മൾ സൃഷ്ടിക്കണം. പ്രകാശം പരക്കട്ടെ, പ്രകാശം പരക്കട്ടെ, പ്രകാശം പരക്കട്ടെ, പ്രകാശം പരക്കട്ടെ, പ്രകാശം പരക്കട്ടെ, പ്രകാശം പരക്കട്ടെ. അല്ല, എന്താ പരിപാടി? ഒന്നുമില്ല, ഫുഡ് കഴിച്ചിട്ട് കുറച്ച് നേരം ചില്ല് ചെയ്യണം, ഒന്ന് പുറത്തേക്ക് ഇറങ്ങണം. അതല്ലടാ ഭാവി പരിപാടി. ഓ മനസ്സിലായി, ഫ്യൂച്ചർ പ്ലാൻ. ആർജെ വിജയ് തന്നെ. ലൂക്ക, നിന്റെയോ? ഒരു പുതിയ കോസ്റ്റ് ഏതായാലും ഒന്ന് ആലോചിക്കുന്നുണ്ട്. ആലോചിച്ചോ. ഇതല്ലാതെ വേറെ പരിപാടിയൊന്നും ഇല്ലല്ലോ. നിങ്ങളുടെ ബാൻഡ് മേളപ്പല്ലേ? ഉണ്ട്. പാർട്ടിക്കൊരു പാട്ട് വേണം. നിങ്ങളുടെ ടൈപ്പ് മതിന്നേ. നോക്കാം, പക്ഷേ ക്യാഷ് വേണം. നല്ല ചിലവുള്ള. അത് വകയിരുത്താം. അതൊന്നും പറ്റൂല, ക്യാഷ് വേണം. എടാ, വകയിരുത്താന്ന് പറഞ്ഞ ക്യാഷ് തരുന്ന് മനസ്സിലായില്ലേ? അങ്ങനെ പ്രകാശ് കോൺഗ്രസിലേക്ക് ആളുകൾ ഓടി വന്ന് ചേരാനായിട്ട് ഞങ്ങൾ പാട്ടുണ്ടാക്കി തുടങ്ങി. മീൻവായൽ പ്രകാശ് ബ്രദേഴ്സ് അപ്പാപ്പൻ്റെ ഒരു സ്റ്റാച്ചുവിന് വേണ്ടി ഉപവാസ സമരം നടത്തുകയായിരുന്നു. സ്വന്തം പിതാവിനെ ആദരിക്കാത്തവർ ഇവിടെ എന്ത് വികസനം കൊണ്ടുവരാനാണ്? ലക്ഷോപലക്ഷം പ്രവർത്തകരുടെ പങ്കാളിത്തത്തോടുകൂടി കഴിഞ്ഞ ഒരു വർഷമായി ഇവിടെ നടക്കുന്ന ഈ അവകാശ സമരം കണ്ടില്ലെന്ന് നടിക്കരുത്. അദ്ദേഹത്തിന്റെ പൂർണ്ണകായ വെങ്കല പ്രതിമ സ്ഥാപിക്കാതെ പ്രകാശ് കോൺഗ്രസ് അടങ്ങുമെന്ന് ഇവിടെ ആരും വ്യാമോഹിക്കണ്ട. പ്രകാശം പരക്കട്ടെ, പ്രകാശം പരക്കട്ടെ, പ്രകാശം പരക്കട്ടെ, പ്രകാശം പരക്കട്ടെ. പക്ഷേ കറണ്ട് മേയറും BDF നേതാവുമായിരുന്ന കോതാട് ദാസന് ഞങ്ങളുടെ കുടുംബത്തോട് തന്നെ ഒരു പുജ്ഞ വരുന്നു. എന്തോന്നടാ ഇത്? ഇതാണോ യൂത്ത്? ഇതിലെവിടെ ഒരു വീര്യം? ജോസേ, നീ ആ പട്ടം നോക്കി. ഇത് അവിടെ കിട്ടണം. കണ്ട, നീ 25,000 കൊണ്ടുപോയി കളഞ്ഞില്ലേ? ഇത് 500 രൂപയാണ്. എങ്ങനെയുണ്ടെന്ന് നോക്കി. പാർട്ടീഷൻ കഴിഞ്ഞതിന് ശേഷം ഒരു നിമിഷം ആ വീട്ടിൽ നിൽക്കണ്ടേ? ആ കൊച്ചിയല്ലേ, മെട്രോ വരികയല്ലേ, ആദ്യത്തെ ട്രെയിനിൽ തന്നെ കയറണം. പിന്നെ ആനിനോട് വർക്കായല്ലോ. വന്നല്ലോ മണ്ടൻസ്. ആരിത്? ലൂക്കാച്ചനോ? ചെറുപ്പത്തിലുള്ള മുഖം ഊതി വീർപ്പിച്ചതുപോലെ ഉണ്ടല്ലോ. താടിക്കാരൻ അങ്കിൾ, താടിക്കാരൻ ആന്റി.
യെസ്, ആൻഡ് മേരി താടിക്കാരൻ റിട്ടേൺസ്. താങ്ക് യു. ഇവള് വല്ലാണ്ട് ക്ഷീണിച്ചു പോയല്ലോ. അയ്യോ അല്ലമ്മച്ചി, അവളിപ്പോ തടി കുറച്ചതല്ലേ. ലൂക്ക എന്നാ മിണ്ടാണ്ടിരിക്കുന്നേ? ഈ ലൂക്കാച്ചാനല്ലോ, പണ്ടൊരു ദിവസം വീട്ടിൽ വന്ന് ഫ്രിഡ്ജ് തുറന്ന് അതിലുണ്ടായിരുന്ന മാങ്ങ മുഴുവൻ എടുത്ത് തിന്ന്. അത് എന്നാ മാങ്ങേടി? ബഗനപ്പള്ളി മാങ്ങ. ആ ബഗനപ്പള്ളി. എൻ്റെ അമ്മയെ അത് തിന്ന് തൂറിയ ട്രൗസറിലൊക്കെ ആക്കി മുഴുവൻ. എൻ്റെ ആലോചിക്കുമ്പോ ചിരി വരുന്നു. വേണ്ട ആന്റി, ഇതൊക്കെ കഴിച്ചാൽ എന്റെ ഡയറ്റ് പ്ലാൻസ് കംപ്ലീറ്റ് തെറ്റും. കുറച്ച് കഴിച്ചു മോളെ, ഒരു കുഴപ്പമില്ല. ഞാനിത് പറയാറുണ്ട്, പക്ഷെ ഇവളുടെ വിൽ പവർ സംബന്ധിച്ചു കൊടുത്തേ പറ്റൂ. ഗുഡ് മോളെ, ഗുഡ്. വിൽ പവർ ഷോസ് ക്യാരക്ടർ. താങ്ക് യു അങ്കിൾ. ഇനി എന്നാണാവോ ലൂക്ക അഡ്വക്കേറ്റ് ലൂക്ക ആവുന്നത്? അതിനവൻ LLB പകുതിക്കിട്ട് പോകുന്നില്ലേ? അയ്യോ, ഈ സണ്ണിയെ പിന്നെ ഞങ്ങൾ എപ്പോഴും TV കാണാറുണ്ട്. വലിയ BJ അല്ലേ? BJ PJ അല്ലാണ്ടി VJ, വീഡിയോ ജോക്കി. ഓ, ഡെഡിക്കേഷൻ ഡെഡിക്കേഷൻ. ദേ, ആന്റിക്കും അങ്കിളിന് നീ ആ TV പാടുന്ന പാട്ടൊന്ന് പാടിത്തരാവോ? എടാ ഒരു എപ്പിസോഡ് എന്നാ റേറ്റ് കിട്ടും? ദാറ്റ് ഡിപ്പെൻഡ്സ് അങ്കിൾ. അതല്ല, റെഡി ക്യാഷ് എത്ര കിട്ടുമെന്ന്. കാശിന്റെ കാര്യം ചോദിച്ചപ്പം അവൻ അപ്പടെ ഒരു തപ്പല്. അല്ല, കോർപ്പറേഷൻ ഇലക്ഷനൊക്കെ വരികയല്ലേ, ഈ പ്രാവശ്യമെങ്കിലും കവിഞ്ഞ് വീഴോ? ഇത്തവണ ഞങ്ങൾ പ്രകാശം പരത്തും. ഓ ഓ ഓ ഓ, ജോൺ പ്രകാശും ജോസ് പ്രകാശും അതിനുള്ള അടിവേലൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. സമ്മതിച്ച്. ജയിച്ചാ ഭാഗ്യം. താങ്ക് യു. മതി. ലൂക്കച്ച, നമ്മുടെ അന്നത്തെ സീക്രട്ട് ഇപ്പോഴും സീക്രട്ട് അല്ലേ? മിക്കി മൗസ്. യെസ്. ആരത്? പതിവ് പോലെ പിറ്റേ ദിവസവും അവൻ സ്വന്തം കൂർക്കം വലിയായിട്ട് ഞെട്ടി ഉണർന്നു. Thanks for keeping the secret. Love and titty hugs, Anne. എന്റെ പൊണ്ണു ബടി, ഇതൊരു സാധാരണ ഗിഫ്റ്റ് അല്ല കേട്ടോ, ഇതിലൊരു മെസ്സേജ് ഹേ. വാട്ട് മെസ്സേജ്? അതൊരു ഇഷ്ടം കൊണ്ട് തന്ന ഗിഫ്റ്റ് ആണ്, അത്രേ ഉള്ളൂ. തടിയാ, അവളുടെ തടി കുറഞ്ഞു, നീ മെലിയണം, അതാണ് സീൻ. സീൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ ഖത്തർനാക്ക് സീൻ. സണി, നീ വെറുതെ സിറ്റുവേഷൻ കോംപ്ലിക്കേറ്റഡ് ആക്കാതെ. ലുക്ക, ലിസൺ, അവൾ നിന്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട് അല്ലേ? ഷി ലൈക്സ് യു ആൻഡ് ഷി നോസ് ദാറ്റ് യു ലൈക്ക് സൂപ്പർമാൻ. അതുകൊണ്ട് തന്നതാ. പിന്നെ തടിയാ, നീ ആൻമേരിക്കോ ഇതർബുലാവോ, നമുക്ക് അവളോട് പൂച്ചാം. കുട്ടിക്കാലത്ത് ലൂക്കാച്ചന് മാത്രമേ എന്നെ ഊഞ്ഞാലാട്ടാൻ പറ്റുള്ളായിരുന്നു. ഹീസ് മൈ സൂപ്പർമാൻ. എനിക്ക് മനസ്സിലായി, അവൻ പതുക്കെ സ്വപ്നം കണ്ടു തുടങ്ങിയിരുന്നു. അന്ന് ഡിന്നർ ടേബിളിൽ വെച്ച് നൈറ്റ് റൈഡർ ചെറിയൊരു അനൗൺസ്മെന്റ് നടത്തി. ഇത്തവണ ഇലക്ഷനിൽ മേയറാവാൻ ലൂക്ക നിൽക്കും. അപ്പൊ ജോണിച്ചായനോ? രാഷ്ട്രീയത്തിന്റെ ABCD അറിഞ്ഞൂടാത്ത ഇവൻ മേയറാകാനോ? ഇതുവരെ ജയിക്കാൻ പറ്റാത്ത നീ രാഷ്ട്രീയം എന്ന വാക്ക് ഉപയോഗിക്കുന്നത് ഇനി എന്നോട് ചോദിച്ചിട്ട് വേണം. അതും ശരിയാണ്.
പാർട്ടി പെർഫ്യൂമാണ്. ഇതിന് നോട്ടിന്റെ മണമാണ്. ഇത് അടിച്ചിട്ട് എവിടെ ചെന്നാലും ഒരു സ്പെഷ്യൽ ട്രീറ്റ്മെന്റ് കിട്ടും. അടിച്ചോ. നമുക്കിനി ഇത് വേണ്ടപ്പാ. വേണമെങ്കിൽ വേണ്ടാന്നും വെക്കാം. ഇത്തവണത്തെ പ്രകാശ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ആ ജോണിന്റെ മകനെന്നാ കേട്ടെ. ജോണിന്റെ മോനോ? ഒരു തടിയൻ ചെക്കൻ. എന്റെ വയറ് കണ്ട. വരട്ടെ, ന്യൂ ജനറേഷൻ വരട്ടെ. സഖാവേ, ചിന്നപ്പ് പൊടിക്കൂടെ ചിന്നപ്പ്. ഓക്കെ മതി. തെണ്ടിക്കോ പിരിവെടുത്തോ മോട്ടിച്ചോ എനിക്കറിയണ്ട. വൈകുന്നേരം ആകുമ്പോ 200 ഫ്ലെക്സ് കയറണം ടൗണിൽ. ബോട്ടം. യെസ് സഖാവേ. നീ എന്താ വിളിച്ചേ? സഖാവെന്നാ? സാറേന്ന് വിളിക്കട്ടെ. സാറേ അങ്ങനെ പറഞ്ഞു പഠിക്കും. ഇത്തവണ നമുക്ക് കുറച്ച് പുതിയ ആൾക്കാരെ മത്സരിപ്പിക്കണം. ഞാനൊരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്, വായിക്കാം. രാജേഷ് KR, ഗ്ലിഗേഷ് മുഹമ്മദ്, ക്രിസ്റ്റി ഡാനിയൽ, രാഘവൻ മാസ്റ്റർ, ദിനീഷ് DK, രാഖി A, ക്ലിന്റൺ PJ. പ്രകാശം പരക്കട്ടെ, പ്രകാശം പരക്കട്ടെ, പ്രകാശം പരക്കട്ടെ, പ്രകാശം പരക്കട്ടെ. അഞ്ച് ബുദ്ധിജീവികളെ പ്രസംഗിക്കാൻ വിട്ടോ കേട്ടാ. ജോണേ, നിന്റെ മോൻ തടിയനാണെന്ന് പറഞ്ഞപ്പോ ഞാൻ ഇത്ര പ്രതീക്ഷിച്ചില്ല. ഇവനൊരു വെള്ളപ്പന്നിയാണല്ലോടാ. മോനെ തടിയാ, ദാസങ്ങൾ പറയുന്ന കേക്ക്. പോകുന്ന വഴിക്ക് 2 ബർഗറും വാങ്ങി തിന്ന് വീഡിയോ ഗെയിമും കളിച്ച് വീട്ടിൽ സുഖമായിട്ടിരിക്കേ. നിനക്കൊന്നും പൊളിറ്റിക്സിനെ കുറിച്ച് ഒരു ചുക്കും അറിയില്ല, മനസ്സിലായോ? നീയൊക്കെ വെറും ശിശു. ഇതെന്താടാ, മേഘക്കൂട്ടത്തിൽപ്പെട്ടതുപോലെ? ഇനി ഇവനാണാ മേഘരൂപൻ? തടിയനെ അവന്റെ ശത്രു ദാസൻ തന്നെ ഫേമസ് ആക്കി കഴിഞ്ഞിരുന്നു.